ഇപ്പോൾ 2 പേരേ ഉള്ളൂ അല്ലേ? ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. വന്നിട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ we were discussed about the architecture of processors. What are all the components in processors? അല്ലേ? അതിൽ ഡിഫറെൻ്റ് പാർട്സുകൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് രജിസ്റ്റർ, what is oscillator and timing circuits, stack pointer, program counter, status register, control unit, and different buses. Okay, so today we can discuss about the register set in a processor. Register set. Actually, what is a register? We all know that a register is a storage unit for storing data temporarily. Okay, that is, register is a temporary storage unit that is built into the CPU. That is our central processor unit. Main function is to store the information. That means information means data. In a CPU, there are different types of registers. Mainly, we can classify the registers into 2 categories. One is called special purpose register, and another one is called general purpose registers. That is our general categories. Here in a central CPU, these are the different registers. Okay, first one is status register, then another register is called accumulator, then program counter, stack pointer, and general purpose registers. Okay, status register, accumulator, program counter, stack pointer, general purpose register. എന്താണ് ഈ രജിസ്റ്റേഴ്സിന്റെ യൂസേജ്? എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? വി ഓൾറെഡി സ്റ്റഡി ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഡാറ്റ. ഓക്കെ, അപ്പോൾ അവർ ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ഇനീഷ്യലി ഇറ്റ് വിൽ ബി ഇൻ ദ മെമ്മറി ഓൺലി, അല്ലെ? മെമ്മറിയിലാണ് ഉണ്ടാവുക. സോ ഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻസ് വി ഹാവ് ടു ഫെച്ച് ദോസ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി ടു അവർ പ്രോസസ്സർ, അല്ലെ? നമ്മുടെ പ്രോസസ്സറിലോട്ട് ആ ഇൻസ്ട്രക്ഷൻസിന് ഫെച്ച് ചെയ്യണം. Okay, so for that, sorry, okay, ഇപ്പോൾ ഓഡിയബിൾ അല്ലേ? സോ രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഇൻഫോർമേഷൻ. ഇനീഷ്യലി അവർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ എവറിത്തിങ് വിൽ ബി ഇൻ ദ where memory only. Then from that memory we had to fetch those instructions. നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം, എന്നിട്ടാണ് പ്രോസസ്സേഴ്സിൽ ഓപ്പറേഷൻ നടക്കുക, അല്ലെ? അപ്പൊ പ്രോസസ്സേഴ്സിൽ നമുക്ക് ടെമ്പററി ആയിട്ട് വി ഹാവ് ടു സ്റ്റോർ ദീസ് ഇൻഫോർമേഷൻസ്, അല്ലെ? പ്രോസസ്സേഴ്സിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വി വിൽ യൂസ് these registers. Okay, then പ്രോസസ്സേഴ്സിലോട്ട് ഇൻഫോർമേഷൻ രജിസ്റ്ററിൽ നിന്ന് പാസ് ചെയ്യണം. ദെൻ ആഫ്റ്റർ പെർഫോമിംഗ് ദ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, റിസൾട്ട് നമ്മൾ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ മെമ്മറിയിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ രജിസ്റ്റേഴ്സ് കൊടുത്തിട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, സോ ഓൾ ദീസ് ഓപ്പറേഷൻസ് നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്കിനി ഈ ഓരോന്നിന്റെയും ഫീച്ചേഴ്സുകൾ നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റസ് രജിസ്റ്റർ. വാട്ട് ഈസ് എ സ്റ്റാറ്റസ് രജിസ്റ്റർ? Actually, status register is a register. Register means it's a group of flip-flop. നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹാർഡ്വെയർ കോമ്പോണന്റ് ആയ ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? ബട്ട് ഹിയർ ഇൻ സ്റ്റാറ്റസ് രജിസ്റ്റർ വി വോണ്ട് സ്റ്റോർ ദ ഡാറ്റ.
Data ഒന്നും നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. We will store only the status of the information that is from the processor. Processor നിന്ന് operations perform ചെയ്യുന്ന സമയത്ത് ആ processorsന്റെ സ്റ്റാറ്റസ്, ആ ഓപ്പറേഷന്റെ സ്റ്റാറ്റസ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് we will use these registers. Okay, ആ ഓപ്പറേഷൻസിന്റെ സ്റ്റാറ്റസ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ registers യൂസ് ചെയ്യുന്നത്. Here in the status register, each bit in the status register is used to indicate a particular condition of a register after the arithmetic or logical operations. Okay, actually registers different bits ആണ് ഉണ്ടാവുക അല്ലെ. ഓരോ ബിറ്റ്സുകളും എന്താണ്, each bit is used to show or indicate a particular condition. What are all the conditions? അതാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? carry, sign bit, zero bit, overflow bit, ഇങ്ങനെയുള്ള ഈ ഒരു ഓപ്പറേഷൻസിന്റെ ഒക്കെ സ്റ്റാറ്റസ് ആണിത്. ഓക്കെ, ഇതാണ് ഓരോ സ്റ്റാറ്റസ് ബിറ്റുകൾ എന്ന് പറയുന്നത്. carry bit, sign bit, സീറോ ബിറ്റ്, ഓവർഫ്ലോ ബിറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു സ്റ്റാറ്റസ് ആണ് ആക്ച്വലി ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദി സ്റ്റാറ്റസ് രജിസ്റ്റർ ഈസ് ഓൾസോ കോൾഡ് എ ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, ഫ്ലാഗ് രജിസ്റ്റർ എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഈച്ച് ബിറ്റ് ഈസ് കോൾഡ് ആസ് എ ഫ്ലാഗ് ബിറ്റ്. അപ്പൊ അതിലുള്ള ഓരോ ബിറ്റിനെയും നമുക്ക് ഫ്ലാഗ് ബിറ്റ് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ദ കംപ്ലീറ്റ് രജിസ്റ്റർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ഇതാണ്. സ്റ്റാറ്റസ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു ഷോ ദ സ്റ്റാറ്റസ് ഓഫ് എൻ ഓപ്പറേഷൻ. ഓക്കെ, ഓപ്പറേഷൻസിന്റെ സ്റ്റാറ്റസ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് we will use status register, and each bit in the status register is called a flag bit that will show the status of an arithmetic or logical operation that is performed in the ALU. Okay, so that is why we will call status register is a flag register. So these are the status bit. C representing the carry bit, and S represent the sign bit, and Z represent the zero bit, and V represent the overflow bit. Okay, these are the some of the bits that are present in the status register. നമുക്ക് ഓരോന്നും നോക്കാം എന്തൊക്കെയാണ് ഈ ബിറ്റ് എന്ന് വെച്ചാൽ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, ഇറ്റ് ഈസ് എ carry bit അല്ലെ. whenever if you are performing an operation, that is arithmetic operations perform ചെയ്യുന്ന സമയത്ത് carry സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് carry ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യും അല്ലെ. ALU carry ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് carry വരികയാണെങ്കിൽ എന്താണ്, that will set 1. ഓക്കെ, then നെക്സ്റ്റ് ബിറ്റ് ആണ് സൈൻ ബിറ്റ്. ഓക്കെ, സൈൻ ബിറ്റ് നമ്മൾ സാധാരണ ഹയസ്റ്റ് ഓർഡർ ബിറ്റ് 1 ആണ് അല്ലെ. 1 0 ആണല്ലോ നമ്മുടെ സൈൻഡ് നമ്പേഴ്സും അൺസൈൻഡ് നമ്പേഴ്സും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അത് ഹയസ്റ്റ് ഓർഡർ ബിറ്റ് ആണ്. അത് സെറ്റ് ഇഫ് ദ ഹയസ്റ്റ് ഓർഡർ ബിറ്റ് ഈസ് 1 ആണെങ്കിൽ എന്താണ്, സൈൻ ബിറ്റ് സെറ്റ് ചെയ്യും. സൈൻ ബിറ്റ് സെറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ബിറ്റ് ആണ് സീറോ ബിറ്റ്, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സെഡ്. സെഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സീറോ ബിറ്റ്. ഓക്കെ, ഇതെന്താണ് സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് all the contents in the CPU, okay, all the bits in the ALU, അതായത് നമ്മുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് വരുന്ന ALU കണ്ടന്റ് 0 ആണെങ്കിൽ, ഓക്കെ, ഔട്ട്പുട്ട് 0 ആണെങ്കിൽ എന്താണ്, സീറോ ബിറ്റ് സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഓവർഫ്ലോ ബിറ്റ് ഉണ്ട്. ഓവർഫ്ലോ ബിറ്റ് എന്താണ്, when an ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്താണ്, ഹയർ ഓർഡർ ബിറ്റില് എന്താണ് ഓവർഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, ഓവർഫ്ലോ ബിറ്റ് സെറ്റ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറ്റ് ഇഫ് ദർ ഈസ് എൻ ഓവർഫ്ലോ. സപ്പോസ് ഫോർ എ 8-bit ALU, P is set if the result is greater than 127 അല്ലെ. നമുക്ക് അതിന്റെ 8-bit റേഞ്ച് നമുക്കറിയാലോ, 127 -128 അല്ലെ. സോ അതിൽ കൂടുതലുണ്ട്, 127 കൂടുതലുണ്ട് എങ്കിൽ എന്താണ്, ഇറ്റ് വിൽ സെറ്റ് ദ ഓവർഫ്ലോ ബിറ്റ്. Okay, so these are the different status register, or we can call it as a flag registers that is in the processor. Then next one ആണ്, it is called accumulator register. Accumulator register actually we will represent this by either sometimes നമ്മൾ A എന്ന് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ACC, അങ്ങനെയാണ് accumulator register റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, here accumulator registers are used for storing the
result of an operation. Mainly it is used for storing the result, and also whatever the operation that is performed in the ALU, one of the operand present in that instruction will also store this accumulator register. Okay, അതായത് നമ്മുടെ ഒരു operations, suppose if you are performing an addition operation, a comma b എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പർ ആഡ് ചെയ്യേണ്ട ഒരു അഡിഷൻ ഓപ്പറേഷൻ ആണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ വൺ ഓഫ് ദ ഓപ്പറന്റ് വിൽ ബി ഇൻ ദ അക്യുമുലേറ്റർ രജിസ്റ്റർ. അതിൽ ഒരു ഓപ്പറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അക്യുമുലേറ്റർ രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ദെൻ ആഫ്റ്റർ പെർഫോമിംഗ് ദിസ് ഓപ്പറേഷൻ, നിങ്ങളുടെ അഡിഷൻ ഓപ്പറേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, അഡിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ, ഏത് ഓപ്പറേഷൻസും ആഫ്റ്റർ പെർഫോമിംഗ് ദിസ് ഓപ്പറേഷൻ the result will be also stored in the accumulator. Okay, റിസൾട്ട് നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, അതാണ് ഈ അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ദ റിസൾട്ട് ഓഫ് ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിസ്റ്റം. And when the CPU will generate some result after the processing, then all the result will be stored into the accumulator register. Okay, ഇതാണ് ഒരു അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ ഫങ്ഷൻസ്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ഒരു അക്യുമുലേറ്റർ രജിസ്റ്ററിൽ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇനീഷ്യൽ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലാണെങ്കിൽ വി ഹാവ് ടു ഫെച്ച് ദാറ്റ് ഇൻസ്ട്രക്ഷൻ, അല്ലെ? പ്രൊസസ്സറിലോട്ട് ഫെച്ച് ചെയ്യണം. ദെൻ അവിടെ നിന്ന് വി ഹാവ് ടു പെർഫോം ദ ഓപ്പറേഷൻ. സപ്പോസ് എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യണം, ആഡ് ചെയ്യേണ്ട രണ്ട് നമ്പർ ആഡ് ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഉള്ളത് 3001 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണെന്ന് വിചാരിക്കാം, അസ്യൂം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓപ്പറന്റ് ഈസ് പ്രസന്റ് ഇൻ ദ 3001 മെമ്മറി ലൊക്കേഷൻ. ആ കണ്ടന്റിന്റെ കൂടെ എനിക്ക് 3 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ നിന്ന് എനിക്കൊരു കണ്ടന്റ് ഫെച്ച് ചെയ്യണം, അതൊരു ഡാറ്റയാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്പറന്റ് മെമ്മറിയിലാണുള്ളത്. ആ ഓപ്പറന്റിന്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യണം? 3 എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. 3 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് എന്തൊക്കെ ഞാൻ പ്രോസസ്സാണ് ചെയ്യേണ്ടത്? അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദ ഡാറ്റ ഫ്രം ദാറ്റ് മെമ്മറി ടു അക്യുമുലേറ്റർ. അക്യുമുലേറ്ററോട്ട് ആദ്യം കൊടുക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലോഡ് 3001. ദാറ്റ് മീൻസ് 3001 എന്ന് പറയുന്നത് എന്താണ്? It will be the address of the location where the first operand is placed. എവിടെയാണോ ഫസ്റ്റ് ഓപ്പറന്റ് ഉള്ള അവിടെയുള്ളതിന്റെ അഡ്രസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ ഇത് ചെയ്യുക? ലോഡ് 3001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫെച്ച് ദ കണ്ടന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ അഡ്രസ്. ഇതാണ് 3001 എന്ന് പറയുന്ന ആ അഡ്രസ്സിലുള്ള കണ്ടന്റ് ഫെച്ച് ചെയ്തിട്ട് അക്യുമുലേറ്ററിലോട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്, ലോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 3001 എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ഫെച്ച് ചെയ്തിട്ട് അക്യുമുലേറ്ററിലോട്ട് കൊടുക്കും. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ അക്യുമുലേറ്ററിൽ ഫസ്റ്റ് ഓപ്പറന്റ് സപ്പോസ് ഇറ്റ് ഈസ് 5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 5 നമ്മുടെ അക്യുമുലേറ്റർ കണ്ടന്റ്. ദെൻ വി ഹാവ് ടു പെർഫോം ദ അഡിഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് അഡിഷൻ ഓപ്പറേഷന്റെ കമന്റ് ആണ്. നിങ്ങൾ ഈ ന്യൂമോണിക്സ് ഒന്നും കണ്ടിട്ട് പഠിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് യൂണിറ്റ് ഓൺവേർഡ്സ് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെ പഠിക്കും. ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ഒരു അഡിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. നൗ വൺ ഓപ്പറന്റ് എവിടെയുണ്ട്? ഇൻ അവർ അക്യുമുലേറ്റർ. ആ അക്യുമുലേറ്ററിന്റെ കണ്ടന്റും ഈ 3യും തമ്മിൽ ആഡ് ചെയ്യും. ദെൻ അത് എവിടേക്ക് സ്റ്റോർ ചെയ്യും? കണ്ടന്റ് ആഫ്റ്റർ പെർഫോമിംഗ് ദ റിസൾട്ട് എന്ത് ചെയ്യും? അക്യുമുലേറ്റർ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ അക്യുമുലേറ്ററിലെ റിസൾട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറിയിലോട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെ? STA 3001 സ്റ്റോർ ദ അക്യുമുലേറ്റർ കണ്ടന്റ് ഇൻ ദ മെയിൻ മെമ്മറിയിലോട്ട് നമ്മൾ കൊടുക്കണം. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ബിഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻ, അല്ലെ, അക്യുമുലേറ്റർ ഫസ്റ്റ് ലോഡ് വൺ ഓഫ് ദ ഓപ്പറന്റ് പ്രസന്റ് ഇൻ ദ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, അല്ലെ? നമ്മുടെ ഇൻസ്ട്രക്ഷൻസിലെ ഒരു ഓപ്പറന്റ് അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ പെർഫോം ദ ഓപ്പറേഷൻ, അഡീഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ദെൻ അതിന്റെ റിസൾട്ട് അക്യുമുലേറ്ററിലോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് we can store the result into memory. അക്യുമുലേറ്ററിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതാണ് ഒരു അക്യുമുലേറ്ററിന്റെ യൂസേജ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്യുമുലേറ്റർ ഈസ് സ്റ്റോർ ദ ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് ദ കറന്റ് ഡാറ്റ പ്രോസസിംഗ് ബീങ് ടേക്കൺ. ഇവിടെ ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആണ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിന് മുന്നേ ഉള്ള റിസൾട്ട് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്.
and the final result are then either stored in the general purpose register or memory location. Okay. So this is the accumulator use. Okay. Then next one and the next register set it is program counter. Program counter. It is a special purpose register. Okay. It is a actually this program counter the main function it hold the address of the next instruction to be executed. Suppose the execution program instructions execute in the all instructions it will store in a particular memory. Or memory execute instructions. Okay, then all memory locations and then it has separate address. Or memory locations or separate address. Okay, from that memory we had to fetch. So fetch first address initially program counter. The program counter അടുത്ത ഏതാണ് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യേണ്ടത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഇൻസ്ട്രക്ഷൻസിന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മുടെ പ്രോസസ്സർ അഡ്രസ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ സപ്പോസ് ഒരു പ്രോസസ്സർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോഗ്രാം ഫെച്ച് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ ഉള്ളത് അത് ഫെച്ച് ചെയ്യാൻ പോകും. ഓക്കെ, അതാണ് പ്രോഗ്രാം കൗണ്ടറിന്റെ ഫംഗ്ഷൻ. അതായത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ രജിസ്റ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെ, അത് അടുത്ത ഏതാണോ അഡ്രസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാനോ. Okay, that's what it hold the address of the memory location of the next instruction when the current instruction is executed by the microprocessor. One instruction current execute in the സമയത്ത് അടുത്ത ഏതാണോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഗ്രാം കൗണ്ടർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്തിട്ട് പിന്നെ അടുത്തുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണോ അത് ഫെച്ച് ചെയ്യാനുള്ള അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക. Okay, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. After fetching every instruction byte this will automatically increment byte to point to the next byte. അതായത് next byte എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണുള്ളത് അതിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. Okay, so that is program counter register. Then stack pointer is there. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. Stack pointer is also a register അല്ലേ. It's a small register used to store the address of the last program request in the stack അല്ലേ. ലാസ്റ്റ് പ്രോഗ്രാം റിക്വസ്റ്റ് ഏതാണോ അതിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് പോയിന്റർ യൂസ് ചെയ്യുന്നത്. Okay, stack എന്ന് പറഞ്ഞാൽ we already know that it is a structure അല്ലെ, ബഫർ ആണ് which is used to store data in last in first out manner. Last in first out manner data store ചെയ്യാൻ വേണ്ടിയിട്ടാണ് we will use stack pointer here. എന്താണ് ചെയ്യുന്നത്, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക. സോ ദ സ്റ്റാക്ക് പോയിന്റർ വിൽ പോയിന്റ് ടു ദ ലാസ്റ്റ് എൻറ്റേർഡ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് അല്ലെ. ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ആ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, അപ്പൊ ഇനി ഒരു പുതിയൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ എന്ത് ചെയ്യും, പുതിയ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ വീണ്ടും നെക്സ്റ്റ് ടോപ്പിലോട്ട് ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ. അതാണ് ഇവിടെ കൊടുത്തത്. As a new request come and they push down the older one അല്ലെ, മറ്റുള്ള ഇതിനെ push down ചെയ്തിട്ട് അത് അതിന്റെ ടോപ്പിൽ നോക്കും. And the most recently entered request always reside at the top of the stack and program always take the request from the top. അപ്പൊ പ്രോഗ്രാം എപ്പോഴും ടോപ്പിലുള്ള റിക്വസ്റ്റ് ആണ് എടുക്കുക, അത് പോയിന്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാക്ക് പോയിന്റർ ആയി. അപ്പൊ സ്റ്റാക്ക് പോയിന്റർ ഒരു രജിസ്റ്റർ ആണ് അല്ലെ. സ്റ്റാക്ക് പോയിന്റർ is a register which is used to hold the address of the last program request in the stack. ഇതുപോലെ ഉണ്ടാവും നമ്മുടെ മെമ്മറി ഒക്കെ ഏകദേശം ഇതുപോലെയാണ് മെമ്മറി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻസും പ്രോഗ്രാം കൗണ്ടറും ഒക്കെ ഉണ്ടാവും മെമ്മറിയിൽ. എല്ലാ ഇൻഫർമേഷൻസും മെമ്മറിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അതെ, പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഗ്രാം ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? then സ്റ്റാക്ക് പോയിന്റർ ആണെങ്കിൽ നമ്മുടെ സ്റ്റാക്ക്, ഈ സ്റ്റാക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. അതിലെന്താണ്, ടോപ്പിൽ നിന്ന് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് മാനറിലാണ് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓരോ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ഓരോ ഇൻസ്ട്രക്ഷൻ ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റാക്ക് പോയിന്റർ ഓരോന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വരും. ഓക്കെ, സോ ഇതാണ് സ്റ്റാക്ക് പോയിന്റർ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ. എന്താണ് ഈ ജനറൽ പർപ്പസ് രജിസ്റ്റർ? ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അവർ ഓപ്പറേഷൻസ്. നമ്മുടെ ആക്ച്വൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത്, സപ്പോസ് ഒരു രജിസ്റ്റേഴ്സ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്ന സമയത്ത്, ഓരോ ഓപ്പറണ്ട് അക്യുമുലേറ്ററും ഉണ്ടാവും. ഓരോ ഓപ്പറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവും, ജനറൽ പർപ്പസ് രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. ദീസ് രജിസ്റ്റേഴ്സ് ആർ അവൈലബിൾ വിത്തിൻ ദ പ്രോസസർ ഫോർ ടെമ്പററി സ്റ്റോറേജ് ആൻഡ് മാനിപ്പുലേഷൻ. Okay, for arithmetic or logical instructions, one of the operands must be within these registers and other should be accumulator. അല്ലെ, ഒന്ന് ഈ രജിസ്റ്ററിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, ദെൻ മറ്റേത് എന്തിലായിരിക്കും? അക്യുമുലേറ്ററിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ രജിസ്റ്റേഴ്സിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആർക്കിടെക്ചർ, പ്രോസസേഴ്സിനെ അനുസരിച്ചിട്ട് മാറും. Okay, general purpose registers, the number of registers may vary depending upon the processors. 8086 number of registers ആയിരിക്കില്ല 8085 ഉണ്ടാവുക. Okay, that will vary. Okay, അതാണ് ഈ ജനറൽ പർപ്പസ്. ഓർത്ത് വെക്കേണ്ട ഇത്രയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ. നമ്മുടെ പ്രോസസറിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ, ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് we will use these general purpose registers. Okay, then one more register is there, instruction register. Instruction register എന്ന് പറഞ്ഞാൽ എന്താണ്? where our instructions will loaded, because program execute ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ ആ ലോഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് അവർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ്. So these are the different registers that are present in the processors. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? സ്റ്റാറ്റസ് രജിസ്റ്റർ, അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ and general purpose register. Status register is used to show the status. That means we will call it as a flag register. അല്ലെ, സ്റ്റാറ്റസ് ആണ് അത്. ഓരോ ബിറ്റിലും ഓരോരോ ഫ്ലാഗ് ആണ് ഉണ്ടാവുക. ഓരോ ബിറ്റും എന്താണ്? ഇറ്റ് വിൽ ഷോ ദ സ്റ്റാറ്റസ്. അല്ലെ, അതിനെ we will call it as a സ്റ്റാറ്റസ് ബിറ്റ് എന്നും കൂടെ പറയും. ഡിഫറെന്റ് സ്റ്റാറ്റസ് ആണ്. എക്സാമ്പിൾ ആണ് ക്യാരി ബിറ്റ്, സൈൻ ബിറ്റ്, സീറോ ബിറ്റ്, ഓവർഫ്ലോ ബിറ്റ്, ദെൻ അക്യുമുലേറ്റർ and operations, program count, what is a program counter, then what is a stack pointer, then general purpose register, and last one instruction register, which is used to hold the instruction, like hold the current instruction to be executed, having fetching from memory നിന്ന് execute വേണ്ടിയിട്ട് fetch ചെയ്തിരിക്കുന്ന instructions store ചെയ്യാൻ വേണ്ടിയിട്ട് we will use this instruction registers. Then next one ആണ് processor-ന്റെ operation. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പ്രോസസ്സേഴ്സ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പ്രോസസ്സേഴ്സിന്റെ ഓപ്പറേഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ദാറ്റ് ഈസ് ദ ഓൺലി ഓപ്പറേഷൻ ദാറ്റ് എ പ്രോസസ്സർ ഹാസ് ടു ഡു. അല്ലെ, എക്സിക്യൂഷൻ മീൻസ് ദാറ്റ് മേ ബി അരിത്തമാറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിരിക്കും അതിലുണ്ടാവും. അല്ലെ, അതാണ് ഇവിടെ കൊടുത്തത്. ജോബ് ഓഫ് ദ പ്രോസസർ ടു എക്സിക്യൂട്ട് പ്രോഗ്രാം വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ബിക്കോസ് യു വിൽ ഗീവ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അല്ലെ, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു പെർഫോമിങ് എ പെർട്ടിക്കുലർ ടാസ്ക്, ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആ ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസസർ. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോസസർ ഓരോ ഓപ്പറേഷൻസും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഹൗ the processor will execute each instructions. Okay,
So അതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഓക്കെ, എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, initially the instruction will be in the memory. From that we have to fetch that instruction. So instructions fetch ചെയ്യണം. Then after fetching the instruction we have to decode that instruction. Before executing the instruction it has to decode. Okay, first we have to fetch the instruction from the memory, then decode the instruction. After decoding we can execute the instruction. So mainly 3 steps are there for performing or for executing an instruction. These are the 3 steps. First one is fetch, that means instruction fetch, and the next one is decode, then last one is execute. Okay, fetch, decode and execute. These are the 3 steps that is present in the instruction execution process. We will call it as an instruction cycle. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മെമ്മറി ഫെച്ച് ചെയ്യും, then it will decode that instruction, then it will execute. Then അപ്പോഴേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യും, it will fetch the next instruction, then decode, execute. That process will repeat until our instruction അവസാനം സ്റ്റോപ്പ് പറയുന്നത് വരെ. Okay, so അതുകൊണ്ട് we will call it as an instruction cycle. Okay, so this is the diagrammatic representation of our instruction cycle. Okay, അപ്പോൾ നമുക്ക് പറയാം ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയാം അല്ലേ, ഫ്ലോ ചാർട്ട്. So ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഒരു ഡീകോഡ് ഉണ്ട്, ഓപ്പറന്റ് ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. ഫൈനലി എക്സിക്യൂട്ട് റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can store the result. Okay, so initially it will be in the memory. From that it will fetch the instruction. Adana ivide kodukkunna first step, instruction fetch, fetching the instruction from the memory to the processor. Okay, then after that it will decode the instructions decode cheyu. And suppose in your instruction, in your operations, suppose your operation is like addition ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ you have to fetch the operands also അല്ലെ, ഓപ്പറൻസും ഫെച്ച് ചെയ്യണം. ഒരു ഓപ്പറൻസ് ഫെച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ എന്താണ്, you have to fetch the operand അല്ലെ, ഓപ്പറന്റ് ഫെച്ച് ചെയ്യുക, then ഓപ്പറന്റ് ഫെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, you will get the result. Okay, you will get the result. Then that result store ചെയ്യുക. Then automatic ആയിട്ട് പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന് പോയിന്റ് ചെയ്യും. അപ്പോഴെന്ത് ചെയ്യുക, that ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, ദാറ്റ് പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നമ്മുടെ ഇൻസ്ട്രക്ഷൻ അവസാനം സ്റ്റോപ്പ് പറയുന്നത് വരെ. സോ ദാറ്റ് ഈസ് വാട്ട് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അപ്പൊ ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെ ഡിഫറെന്റ് കോമ്പോണൻസ് എന്താണ് എന്ന് പറഞ്ഞേ. Fetch, decode. Suppose if you want to perform addition of 2 numbers, അതായത് 2 നമ്പർ ആഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണെന്ന് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എവിടെ ഉണ്ടാവും, ഇറ്റ് വിൽ ബി ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ അല്ലെ. പ്രോഗ്രാം കൗണ്ടറിലാണ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഉണ്ടാവും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം കൗണ്ടർ അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഫെച്ച് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോസസ്സറിൽ ഫെച്ച് ചെയ്യും. ദെൻ അതിനെ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർ പെർഫോമിംഗ് അഡീഷൻ ഓപ്പറേഷൻസ്. ഓക്കെ, അഡീഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. അപ്പോഴെന്ത് ചെയ്യും, അപ്പോൾ ഫോർ പെർഫോമിംഗ് അഡീഷൻ ഓപ്പറേഷൻ ഇറ്റ് റിക്വയർ വാട്ട് 2 ഓപ്പറൻസ്, 2 ഓപ്പറൻസ് ആവശ്യമാണ്. സോ എന്ത് ചെയ്യും, ഇറ്റ് ഫെച്ച് ദ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യും. ഓക്കെ, ദെൻ പെർഫോം ദ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പെർഫോം ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ആ റിസൾട്ട് ഫൈനലി സ്റ്റോർ ചെയ്യും. റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ വേണ്ടത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ
പ്രോസസ്സ് ഇൻസ്ട്രക്ഷൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈ 3 സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ച് നോക്കുക. ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അതായത് ഇന്നിപ്പം പറഞ്ഞ ഈ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ്? രജിസ്റ്റേഴ്സ് ആണ്, അല്ല ഡിഫറെന്റ് രജിസ്റ്റർ തിയറി പോർഷൻസ് ആണ്. ദെൻ അതെന്താണെന്ന് പറഞ്ഞു. ദെൻ ഇൻസ്ട്രക്ഷൻ്റെ ജസ്റ്റ് ലൈഫ് സൈക്കിളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് ബ്രേക്ക് എടുക്കാം അല്ലേ? ബ്രേക്ക് എടുത്തിട്ട് അടുത്ത 3 o'clock അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ബ്രേക്ക് എടുത്തോളൂ.